കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളം ഇറാൻ ആക്രമിച്ചു. 5 അമേരിക്കൻ സൈനികർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റ വിവരം പുറത്തു വന്നു. MQ-9 റീപ്പൺ ഡ്രോൺ 2 തകർത്തതായും ഒരു ഡ്രോണ് തീപിടുത്ത നടന്നതായിരിക്കുന്ന വിവരവുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രതിരോധ സംവിധാനങ്ങൾ അപ്പാടെ തകർന്നു പോയ തരത്തിലാണ് ഇറാൻ്റെ മിസൈൽ സ്ട്രൈറ്റ് ആയിട്ട് ഇവിടെ എയർബേസിൽ പതിച്ചത് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ ചില റിപ്പോർട്ടിനകത്ത് ഇങ്ങനെ പറയുന്നു, ഇറാൻ വിട്ടിരിക്കുന്ന മിസൈലിനെ പ്രതിരോധിക്കുന്ന സമയത്ത് അതിൻ്റെ കഷ്ണങ്ങൾ തെറിച്ചിട്ടാണ് പരിക്കേറ്റത് എന്ന റിപ്പോർട്ടുമുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടല്ല. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ കുവൈറ്റിലെ അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്താൻ പുതിയതായിരിക്കുന്ന എന്ത് വിഷയമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇറാൻ്റെ ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു, അത് ഔദ്യോഗിക മീഡിയ അല്ല, അനൗദ്യോഗിക മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു, കുവൈറ്റിൽ നിന്ന് ഓർമസ് കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് 2 തരത്തിലുള്ള ഡ്രോൺ ആക്രമണം അമേരിക്ക നടത്തിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇവിടെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തുകയോ മറ്റോ ചെയ്തിട്ടുണ്ട്. പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിൽ എന്തോ ഒരു പ്രവൃത്തി ഓർമസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക നടത്തിയത് കൃത്യമായ രീതിയിൽ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ തിരിച്ചടി. IRGCയെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂറും അമേരിക്കയും ഇസ്രായേലിനെ നിരീക്ഷിക്കുന്ന പണിയാണ് ഇപ്പോൾ അവർക്ക് കാര്യമായിട്ടുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, അത് മനസ്സിലാക്കിയിട്ട് അപ്പം തന്നെ അതിന് തിരിച്ചടി നൽകുകയും ചെയ്തു. ഈ അമേരിക്കയുടെ ഡ്രോണിന് ഇറാൻ്റെ അതിർത്തി, അത് ഓർമൂസിൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിനു മുൻപ് തന്നെ തകർക്കപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു ഡ്രോണും കൂടി വന്നു എന്ന് പറയപ്പെടുന്നു. ഈ വിഷയം വന്നതോട് കൂടിയിട്ട് ഏത് മേഖലയിൽ നിന്നാണ് ഡ്രോൺ അമേരിക്ക വിട്ടത് എന്നതിനെക്കുറിച്ച് നിരീക്ഷണം നടത്തുകയായിരുന്നു ഇറാൻ ചെയ്തിരുന്നത്. അത് UAE ആണ് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ വിചാരിച്ചത്. എന്നാൽ UAE അല്ല. UAE ചില കർക്കശമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഇതിനോടനുബന്ധിച്ച് പുറത്തു വരുന്നു. തങ്ങളുടെ ഭൂപ്രദേശത്തിൽ നിന്ന് അങ്ങനെ ആക്രമിച്ചിട്ട് വല്ലാത്ത രീതിയിൽ പ്രശ്നം ഇറാൻ സൃഷ്ടിക്കുന്നതിനോട് തങ്ങൾക്ക് യോജിപ്പില്ലെന്നും അത് നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ സാരമായിട്ട് ബാധിക്കും എന്നതിനാൽ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് UAE അമേരിക്കയോട് പറഞ്ഞതായിരിക്കുന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടും പുറത്തു വരുന്നു. കുവൈറ്റിലെ അലി അൽ സലീം എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത്. അത് തീരദേശം ചേർന്നുകൊണ്ടുള്ള ഒരു എയർബേസാണ് എന്നാണ് അനുമാനം. ഇതിന് സമാനമായിരിക്കുന്ന 2-3 എയർബേസ് അമേരിക്കയുടേതായിട്ട് അവർക്ക് നിലവിലുണ്ട്. അത് ഇറാഖ് കുവൈറ്റ് യുദ്ധത്തോടനുബന്ധിച്ച് അന്നത്തെ കരാർ, ജോർജ് ബുഷുമായിട്ടുണ്ടാക്കിയിരിക്കുന്ന കരാർ പ്രകാരം കുവൈറ്റിൻ്റെ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലകളിൽ അമേരിക്കയ്ക്ക് എയർബേസ് ഉണ്ടാക്കി സുരക്ഷ ഉറപ്പുവരുത്തും എന്ന് കരാർ വ്യവസ്ഥ പ്രകാരം ഉണ്ടാക്കിയതാണ്. 4 അതല്ലെങ്കിൽ 5 എയർബേസ് കുവൈറ്റിൻ്റെ, ആ ചെറിയ കുവൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കുഞ്ഞു രാജ്യമാണ്, അതിൻ്റെ ഇടയിൽ അമേരിക്കക്കുണ്ട് എന്നുള്ളത് കൃത്യമാണ്. വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം രൂപത്തിലെത്താൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് അമേരിക്കയുടെ വാശിയോട് കൂടിയിട്ടാണ് അത് അങ്ങനെ ആയത് എന്നുള്ളത് കൃത്യമാണ്. അതിന് വലിയ രീതിയിലുള്ള വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഇറാന് നേരെ ഒരു വിജയം ഉണ്ടാക്കിയിട്ട് യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ അമേരിക്കയും സൈനിക മേധാവികളും തീരുമാനിച്ചതെന്ന റിപ്പോർട്ട് പുറത്തു വന്നു. അപ്പോൾ ഏതൊരു തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്ന സമയത്തും അത് കൃത്യതയോടുകൂടി സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ സഹായത്തോടു കൂടി അറിയാൻ വേണ്ടിയിട്ട് ഇറാന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചടിച്ച്. അതോടനുബന്ധിച്ച് ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അറേബ്യൻ മേഖലകളിൽ നിങ്ങളുടെ സൈനിക ബേസ് സുരക്ഷിതമല്ലെന്ന് മുൻപ് മുജതബ അലി ഖംനായി പറഞ്ഞതിൻ്റെ ആവർത്തനം ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചും പറഞ്ഞിരിക്കുന്നു. അന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഒരു മേഖലയിലും നിങ്ങൾ സുരക്ഷിതരല്ല. ഏതൊക്കെ തരത്തിലുള്ള സുരക്ഷാ സംവിധാനം നിങ്ങൾ ഒരുക്കിയാലും അതിനെ ഇല്ലാതാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആത്യന്തികമായിരിക്കുന്ന കടമയായിട്ട് ഞങ്ങളത് ഏറ്റെടുക്കുന്നു. ആ തരത്തിലാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്ക ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതും വലിയ രീതിയിൽ രസകരമായിരിക്കുന്ന കാഴ്ചയാണ്. അതല്ലെങ്കിൽ അവർ അപ്പൊക്ക് ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കുന്നു, ഞങ്ങൾ കൃത്യമായ രീതിയിൽ കണ്ടിരിക്കുന്നു, ഞങ്ങൾ പ്രതിരോധം ഉണ്ടായിരിക്കുന്നു, എല്ലാ പ്രതിരോധ സംവിധാനവും തകർക്കപ്പെടുന്നു. ആരോ 3 എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനവും കുവൈറ്റിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഇസ്രായേലിൻ്റെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല, പക്ഷേ അമേരിക്കയുടേതുണ്ട്. അതിനെല്ലാം തകർക്കപ്പെടുന്ന രീതിയിലാണ് ഈ സംവിധാനം. തുരുതുര വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 4-ലധികം മിസൈലുകൾ ഇറാൻ പറത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. തുരുതുര അങ്ങനെ വന്നുകൊണ്ടേ നിന്നു. അപ്പോൾ ഇത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു വരവാണ് എന്നതിനാൽ
ഏതിനെ പ്രതിരോധിക്കണം എന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവാം ഒരുപക്ഷെ ഇവരെ പ്രതിരോധ സംവിധാനത്തിന്. ഏതായിരുന്നാലും അവസ്ഥാ സാഹചര്യങ്ങൾ വളരെ മോശമാണ്. കുവൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ ഇറാനും ഇതിനു മുൻപ് നടത്തിയിരുന്നു. നിങ്ങളുടെ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ അമേരിക്കയെ ഒഴിവാക്കുന്നത് കൊണ്ടാണ്, അമേരിക്ക നിലനിർത്തുന്നത് കൊണ്ടല്ല. തങ്ങളുടെ രാജ്യത്തിന് നേരെയോ തങ്ങളുടെ സംവിധാനത്തിന് നേരെയോ ജനങ്ങൾക്ക് നേരെയോ സൈനികർക്ക് നേരെയോ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം അമേരിക്കയുടെ ഭാഗത്തുനിന്നോ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായാൽ അവരെ മാത്രമല്ല ആക്രമിക്കുക, അവർക്ക് ഇതിന് അവസരം കൊടുക്കുകയും ഏത് ഭൂമിയിൽ നിന്നാണ് തങ്ങളുടെ നേരെ ഇത്തരം ആക്രമണം വന്നത് എന്ന് നിരീക്ഷിച്ചുകൊണ്ട് ആ രാജ്യം തങ്ങളുടെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് നേരെ ആക്രമണം ഉണ്ടാവും. ഇതൊരു മുന്നറിയിപ്പായിട്ട് എടുക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. കുവൈറ്റിനോടോ ഖത്തറിനോടോ ബഹ്റൈനോടോ സൗദി അറേബ്യയോടോ UAE ഒമാനോടോ തങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. നിങ്ങൾ ഞങ്ങളുടെ ആക്രമിക്കാതിരിക്കുക, അതിന് സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാതിരിക്കുക. സംവിധാനം ഒരുക്കുന്ന സമയത്ത് അമേരിക്ക എന്ത് ചെയ്യും? അതിൽ കയറിയിട്ട് വലിയ രീതിയിൽ ആക്രമണം നടത്തും. അവരുടെ രാജ്യം പോലെ അവർ പ്രയോഗിക്കുക. യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. സൈനിക ബേസ് എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഒരു രാജ്യം തന്നെയാണ്. രാജ്യത്തിൻ്റെ അകത്ത് രാജ്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഓരോരോ രാജ്യത്തിൻ്റെ അകത്തും അമേരിക്ക സൈനിക ബേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടേക്ക് വരുന്ന വിമാനത്തെക്കുറിച്ചോ പുറത്തു പോകുന്ന വിമാനത്തെക്കുറിച്ചോ മറ്റേതെങ്കിലും രാജ്യം ആക്രമിക്കുന്നതിനെക്കുറിച്ചോ ഈ രാജ്യത്തിന് പരാതി പറയാൻ പറ്റാത്ത വിധം അല്ലെങ്കിൽ അന്വേഷിക്കാൻ പറ്റാത്ത വിധമാണ് അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ അമേരിക്ക ക്രമീകരിച്ചത്. ഗോണ്ടനാമോ തടവറ നമുക്കറിയാം, അത് ക്യൂബയുടെ ഭാഗമാണ്. ഇതുപോലെയുള്ള ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ടായ സമയത്ത് ക്യൂബയിലെ ഗോണ്ടനാമോ ജയിലടക്കമുള്ള പ്രദേശങ്ങളെല്ലാം ഇങ്ങനെ അമേരിക്ക പിടിച്ചെടുത്തതാണ്. യഥാർത്ഥത്തിൽ ക്യൂബയുടെ ഭാഗമാണത്. പല ഘട്ടങ്ങളിലും ഒരു കരാർ വ്യവസ്ഥ പ്രകാരം താൽക്കാലികമായി ക്യൂബ അമേരിക്കയ്ക്ക് വിട്ടുകൊടുത്താണ്. അവർക്ക് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോകണം, അതാണ് കരാർ. എന്നാൽ അവർ സ്ഥിര താമസാക്കി, അവർ ടെൻ്റ് എടുത്ത് കൂടി, പിന്നീട് അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കി, അവർ വളച്ച് കെട്ടി, പിന്നെ സൈനിക ബേസായി പ്രഖ്യാപിച്ചു, യുദ്ധവിമാനം വരൽ തുടങ്ങി, അവിടെ സൈനികരെ സ്ഥിരമായിട്ട് താമസിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അത് അവരുടേതാണെന്ന് ഒരു പ്രഖ്യാപനം വന്നു. UN സഭയിലൊക്കെ പല ഘട്ടത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യം ക്യൂബ പറഞ്ഞതാണ്. അപ്പോൾ ക്യൂബയ്ക്ക് നേരെ ആക്രമണം നടത്തുകയാണെങ്കിൽ ക്യൂബയിൽ നിന്ന് തന്നെ അവർക്ക് ആക്രമിക്കാൻ പറ്റും. ഇപ്പോൾ അടുത്ത പ്രാവശ്യം ക്യൂബയാണ് ലക്ഷ്യമെന്നൊക്കെ പറഞ്ഞല്ലോ. അതിന് വല്ലാത്ത രീതിയിൽ അമേരിക്കയിൽ നിന്ന് അങ്ങനെ മിസൈലും കവചിതവാനുമായിട്ട് വരേണ്ട കാര്യമില്ല. അവർക്ക് ക്യൂബയിൽ നിന്ന് ക്യൂബയെ ആക്രമിക്കാൻ പറ്റും. ഏതുപോലെ ഇസ്രായേൽ ഖത്തറിന് ആക്രമണം നടത്തി ബോംബിട്ടു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ ആക്രമണം നടത്തിയത് ഖത്തറിൽ നിന്ന് തന്നെയാണ് എന്ന് ബലപ്പെട്ട സംശയം വരുന്നു. ഖത്തറിലെ അമേരിക്കയ്ക്ക് സൈനിക ബേസിലുണ്ട് ഉദൈദ തുറമുഖം. ഈ തുറമുഖത്ത് വെച്ചിട്ടാണ് ഇസ്രായേലിൻ്റെ വിമാനം പറന്നുകൊണ്ട് ആക്രമിച്ചത് എന്ന് പറയപ്പെടുന്നു. സ്ഥിരീകരിച്ച റിപ്പോർട്ട് അത്തരം കാര്യങ്ങളും സ്ഥിരീകരിക്കില്ലല്ലോ, ആരും പറയില്ല. ഞങ്ങളുടെ രാജ്യത്തിന് നേരെ ഞങ്ങളുടെ രാജ്യത്ത് തന്നെയാണ് ആക്രമണം നടന്നതെന്ന് ഖത്തറിന് പറയാൻ പറ്റില്ല. ഇവിടെ നിന്നാണ് ആക്രമിച്ചതെന്ന് അമേരിക്കയ്ക്ക് പറയാൻ പറ്റില്ല. അഭിമാനപൂർവ്വം ഞങ്ങൾ അവിടെ നിന്നാണ് ആക്രമിച്ചത് ഇസ്രായേലിന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരുടെയും അഭിമാന വിഷയം ആയതുകൊണ്ട് ആരും മിണ്ടൂല. പക്ഷേ സംഭവം നടന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇനി നമ്മൾ ഈ 2025 കഴിഞ്ഞ വർഷം അമേരിക്ക ഇറാനെ ആക്രമിച്ചു. ഇറാൻ്റെ ആണവ കേന്ദ്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ഫഹാൻ അടക്കമുള്ള മേഖലയിൽ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വിക്ഷേപിച്ചു. നമുക്കറിയാം ആ വിമാനം പറന്നു പോകുന്നത് ജപ്പാനിൽ നിന്നാണ്. 35 കിലോമീറ്റർ 35 മണിക്കൂർ കറങ്ങി പറന്നതിന് ശേഷമാണ് ഈ മേഖലയ്ക്ക് അത്രക്ക് ദൂരമുണ്ട്. ഈ ജപ്പാനിൽ നിന്ന് ഉയരാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം എന്താണ്? ജപ്പാൻ 2ാം ലോക യുദ്ധത്തിൽ ആണവായുധം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിക്ഷേപിച്ചുകൊണ്ട് ആ രാജ്യത്തെ പരാജയപ്പെടുത്തി യുദ്ധത്തിൽ 2ാം ലോക യുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടതിന് ശേഷം അമേരിക്കക്കൂട് അനുഭാവമുള്ള ഒരു സർക്കാർ സംവിധാനത്തെ അവിടെ സൃഷ്ടിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു 100 കിലോമീറ്റർ ചുറ്റളവ് പ്രദേശം വളച്ച് കെട്ടിയിട്ട് ഞങ്ങളുടെ സൈനിക ബേസാണെന്ന് അവർ പ്രസ്താവിക്കുന്നു. ഒരു രാജ്യം വീണ് കിടക്കുകയാണ്, അതിലെ സൈനിക സംവിധാനം തകർന്നു, ഗവൺമെൻറ് തകർന്നു. ഗവൺമെൻറ്റിൽപ്പെട്ട ഓരോരുത്തരും അവരവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തലങ്ങും വിലങ്ങും ഓടുന്ന സമയത്ത് അമേരിക്കയെ പോലെ ഉള്ള ഒരു രാജ്യം ഇവിടെ വന്നിട്ട് കുറച്ച് ഭൂപ്രദേശം പിടിച്ചെടുക്കുന്നതിന് വലിയ സംസാരിക്കാനൊന്നും അന്ന് ആളില്ലായിരുന്നു. എല്ലാ സ്ഥിതിയും അങ്ങനെ തന്നെയാണ്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ പല രാജ്യങ്ങളും അമേരിക്കയോട് കാര്യങ്ങൾ തുറന്നു പറയുന്നു. നിങ്ങൾ ഞങ്ങളുടെ ദേശം വിട്ടു പോകണം, ഘട്ടം ഘട്ടമായിട്ടെങ്കിലും. കാര്യം ഞങ്ങളുടെ സുരക്ഷിതത്വം നിങ്ങൾ ഇല്ലാതിരിക്കുന്ന സമയത്താണ്, പല ഘട്ടങ്ങളിൽ നിങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് സുരക്ഷിതത്വം എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ അത് വെറുതെയാണ്. നിങ്ങൾ ഉണ്ടാകുന്ന സുരക്ഷിതമാണ്, ഖത്തറിനെ ആക്രമിക്കരുതല്ലോ. അപ്പോൾ നിങ്ങളിൽ നിന്ന് ഒരു നീതി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാര്യം നിങ്ങൾ തന്നെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായി ശത്രുവായി മാറിയിരിക്കുന്നു. നമ്മളിപ്പോൾ
പാലും തേനും കൊടുത്ത് വളർത്തിയിരിക്കുന്ന നിങ്ങൾ ശത്രുവാകുന്ന സമയത്ത് പിന്നെ നമ്മുടെ അകത്തുനിന്ന് തന്നെ നിങ്ങളെ പ്രതിരോധിക്കേണ്ട സ്ഥിതിയിലേക്ക് വരും. രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറയുന്ന പോലെ ആ സാഹചര്യ അവസ്ഥകൾ ഇപ്പോൾ പല അറേബ്യൻ രാജ്യങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടി നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. അമേരിക്കയുടെ സൈനികർക്കോ സംവിധാനങ്ങൾക്കോ അമേരിക്കയുടെ താവളങ്ങൾക്കോ കവചിത വാഹനങ്ങൾക്കോ യുദ്ധവിമാനങ്ങൾക്കോ യുദ്ധക്കപ്പലുകൾക്കോ സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യം കൃത്യമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് ഏറെക്കുറെ രൂപമായിട്ടുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉപരോധം പിൻവലിച്ചാൽ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും തീർക്കുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവരുടെ ഭാഗം ക്ലിയറായി. പിന്നീട് അവരുടെ കൈവശത്തിലുള്ള ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തങ്ങൾ ആലോചിക്കുക. അഥവാ റഷ്യ കൈമാറുന്നതിന് കുഴപ്പമില്ല, ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. 1995-ലോ 2005-ലോ ആ കാലത്ത് സമാനമായിരിക്കുന്നൊരു വിഷയം ഉണ്ടായ സമയത്ത് 2015-ലാണെന്ന് തോന്നുന്നു, എന്ത് ചെയ്തിട്ടുണ്ട്, ഇറാന് ഇവർക്ക് കൈമാറിയിട്ടുണ്ട് റഷ്യക്ക്. പിന്നെ ആ പ്രശ്നങ്ങളൊക്കെ തീർന്നതിന് ശേഷം റഷ്യ തിരിച്ചിങ്ങോട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സഹോദര രാജ്യമാണ് എന്നതിനാൽ അവരുടെ കൈവശത്തിലേക്ക് കൊടുക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്ന് അവർ പറഞ്ഞു. പിന്നെ ഇവർക്ക് നൽകാനുള്ള, അതായത് ഇറാൻ്റെ പണം അമേരിക്ക പിടിച്ചെടുത്തത് തിരിച്ചു നൽകാൻ $12 മില്യൺ, 12 മില്യൺ കോടി അങ്ങനത്തെ ഒരു സംഖ്യ പറയുന്നുണ്ട്. അത്രയും പണമുണ്ട്. ആ പണം എന്ത് ചെയ്യണം, അമേരിക്ക കൊടുക്കണം. അമേരിക്ക കൊടുക്കല്ല, ആ പണം കൊടുക്കാനുള്ള അനുമതി അമേരിക്ക നൽകണം. അതിന് അമേരിക്ക പറയുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഇറാൻ പറയുന്ന മറുപടി ഘട്ടം ഘട്ടമായിട്ട് പോരാ എന്നുള്ളതാണ്. അങ്ങനെ ഏറെക്കുറെ പ്രശ്ന പരിഹാരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് കലമുടച്ചത് ട്രംപ് തന്നെയാണ്. ട്രംപ് കലമുടച്ചു എന്ന് മാത്രമല്ല, ഹോർമുസിൽ കുറച്ചും കൂടി സ്വാതന്ത്ര്യത്തോടു കൂടി മറ്റ് കപ്പലുകൾക്ക് പ്രവേശിക്കാനുള്ള പ്രവർത്തനങ്ങൾ രഹസ്യമായിട്ട് തുടങ്ങി. ആ തുടങ്ങിയതിനോടനുബന്ധിച്ചാണ് കപ്പൽ നേരെ വെടിവെപ്പ് നടന്നു. മാത്രവുമല്ല, ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കപ്പലിന് വെടിവെപ്പ് നടത്തിയതിനാൽ അതിന് തിരിച്ചടി IRGCയുടെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക നടത്തി എന്നുള്ളതാണ് ഇറാൻ പറയുന്നത്. അതിന് സമാനമായിരിക്കുന്ന തിരിച്ചടിയാണ് കുവൈത്തിലെ അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയത് എന്ന് ചുരുക്കം. ഏതായിരുന്നാലും ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മേഖലയിലും സുരക്ഷിതമല്ലാത്ത രീതിയിലും എവിടെയും നിലനിൽപ്പോ ഇല്ലാത്ത രീതിയിലുമാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.